children, welcome back to my channel AKLS Star Maths Class. ഇന്ന് നമ്മൾ എക്സസൈസ് 3.3-ലെ 22nd ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഈ ക്വസ്റ്റ്യൻ കണ്ട ആരും പേടിക്കണ്ട, വളരെ എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് പരീക്ഷയ്ക്ക് വന്നാൽ പോലും സ്കിപ്പ് ചെയ്ത് വിടരുത്, വളരെ സിമ്പിളായിട്ട് അത് പറഞ്ഞു തരാം. ഓക്കെ, സി cot x cot 2x minus cot 2x cot 3x minus cot 3x cot x is equal to 1. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 73-ക്കകത്ത് കൊടുത്തിട്ടുണ്ട് ഇക്വേഷൻസ്. എനിക്ക് തോന്നുന്നു ഈ ഇക്വേഷൻ കൊടുത്തിരിക്കുന്ന ഒരു 8th വണ്ണായിട്ടാണ് കേട്ടോ. ബുള്ളറ്റ്സ് ഇട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് 8th ആയിട്ടാണ് വരിക. ഓക്കെ, സോ ആ ഇക്വേഷനാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കറിയാം അല്ലേ, കോട്ട് എക്സ് പ്ലസ് വൈ എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. സോ ഈ ഇക്വേഷൻ ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നല്ലതുപോലെ പഠിക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ കോട്ടാണ് തന്നിട്ടുള്ളത്. സോ ഈ ഇക്വേഷൻ നല്ലപോലെ പഠിക്കുക. ഇക്വേഷൻ നോക്കിയേ, കോട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോട്ട് എക്സ് ഇൻറ്റു കോട്ട് വൈ മൈനസ് 1 ബൈ കോട്ട് എക്സ് പ്ലസ് കോട്ട് വൈ. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് ഇത് പഠിക്കാൻ പോകുന്നത്. അത് ഏത് പേജിലാണ്? പേജ് നമ്പർ 73-ൽ ഒരു 8th ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്ത് വിടരുത്. ഇവിടെ ആദ്യം നോക്കേണ്ടത്, നമുക്ക് കോട്ട് 2x എന്ന് പറഞ്ഞാലൊക്കെ നമ്മൾക്ക് എന്താണ് ഇക്വേഷൻസ് ഉണ്ടല്ലേ, കോട്ട് 2x എന്നുള്ള 3x ഉണ്ടോ? ഇല്ല. സോ അതിന് നമുക്ക് ഈ കോട്ട് 3xനെ നമ്മൾക്ക് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തെഴുതി അതിന് ഒരു 2x-ൻ്റെ കോട്ട് 3x-നെ 2x-ലേക്കായിട്ട് കൺവേർട്ട് ചെയ്യുക. അതെങ്ങനെയായിരിക്കും കൺവേർട്ട് ചെയ്യുക നോക്കിയേ, കോട്ട് 3x ഇസ് ഈക്വൽ ടു കോട്ട് 2x പ്ലസ് എക്സ്. നോക്കിയേ, എക്സിൻ്റെ കോഫിഷ്യൻ്റ് ഇവിടെ എന്തുണ്ടാകും? ഇവിടെ ഒരു 1 ഉണ്ടാവും അല്ലേ. സോ ആ 1ഉം 2ഉം കൂടെ, ഇവിടുത്തെ 1ഉം ഇവിടുത്തെ 2ഉം കൂടെ ആഡ് ചെയ്ത് എന്ത് തന്നെ കിട്ടും? കോട്ട് 3x തന്നെ നമുക്ക് കിട്ടില്ലേ. അപ്പോൾ ആദ്യം ഇതിൽ എന്തുകൊണ്ടാണ് കോട്ട് 3x എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോട്ട് 3x എന്ന് പറയുന്നത് നമ്മൾ കോട്ട് 2ൻ്റെ ഇക്വേഷനിലേക്കായിട്ടാണ് നമ്മളിതിനെ മാറ്റിയെടുക്കുന്നത്. റൈറ്റ്. അപ്പോൾ കോട്ട് 3x എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മളിതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ എടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇക്വേഷൻ ഇതാണ് അല്ലേ, എക്സ് കോട്ട് എക്സോ കോട്ട് വൈ എന്നാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ സ്ഥാനത്തെല്ലാം ആരെയെ കൊടുക്കണം? ഈ 2x കൊടുത്താൽ മതി, നമ്മുടെ സം ഓക്കെ ആകും. ദെൻ അതുപോലെ തന്നെ വൈയുടെ സ്ഥാനത്തൊക്കെ ആരെയെ കൊടുക്കണം? എക്സ് കൊടുക്കണം. സോ 2x എവിടെ കൊടുക്കണം? എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ 2x ഇട്ട് കൊടുക്കുക. ഇത് വൈ ആണ് ആക്ച്വലി. ആ വൈ എന്ന് പറയുന്നതാണ്, അതായത് കോട്ട് എക്സ് പ്ലസ് വൈ എന്നല്ലേ നമ്മൾ പഠിച്ചേ. അപ്പം ഈ വൈയുടെ സ്ഥാനത്ത് വരുന്നതിലൊക്കെ ഈ എക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് അതുപോലെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഫോമിൽ എങ്ങനെയാണോ നമ്മൾ പഠിച്ചത് അതേപോലെ തന്നെ നമുക്കത് ചെയ്തെടുക്കാം. ഓക്കെ, വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ പഠിച്ചോളുക. ഇത് വളരെ പോസിബിലിറ്റീസ് കൂടുതലുണ്ട് വരാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കിക്കേ. നമ്മുടെ ഇക്വേഷൻ എന്താണ്? കോട്ട് എക്സ് ആണ്. സോ കോട്ട് എക്സിന് പകരം എന്തിട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞാൽ? 2x ഇട്ട് കൊടുക്കുക. സോ കോട്ട് 2x. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ, കോട്ട് വൈ. സോ കോട്ട് വൈക്ക് പകരം എന്താ കൊടുക്കേണ്ടത്? കോട്ട് വൈക്ക് പകരം എന്താ കൊടുക്കേണ്ടത്? ഇവിടെ ഈ എക്സ് ആണ് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ അല്ലേ? ഇക്വേഷനിൽ ഇങ്ങനെയാണ്. ഇതിൻ്റെ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 2x ഇട്ട് കൊടുക്കുക, വൈയുടെ സ്ഥാനത്തൊക്കെ ഈ എക്സും ഇട്ട് കൊടുക്കുക. അപ്പം നോക്കിയേ, കോട്ട് എക്സിന് കോട്ട് 2x എഴുതി, കോട്ട് വൈക്ക് കോട്ട് എക്സ് എഴുതി. ഇനി എന്തുണ്ട്? -1 ഉണ്ട് അല്ലേ. ഇനി അപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ ചെയ്തു. ഇനി ഡിനോമിനേറ്ററിൽ നോക്കിക്കേ, നമുക്കിവിടെ എന്താ വരിക എന്നുള്ളത്? ഇവിടെ കോട്ട് എക്സ് ആണല്ലോ. സോ കോട്ട് എക്സിന് പകരം നമുക്ക് എന്താ കൊടുക്കേണ്ടത്? കോട്ട് 2x തന്നെ കൊടുക്കുക അല്ലേ. ഇനിയോ കോട്ട് വൈക്ക് പകരം എന്തായിരിക്കാം? കോട്ട് എക്സ് തന്നെയാണ്. മനസ്സിലായല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം നമ്മളിവിടെ എഴുതി, ഇത് പ്രകാരം ഇവിടെയും എഴുതി വെച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തോളുക. ഓക്കെ ആണല്ലോ. ക്രോസ് മൾട്ടിപ്പിൾ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കോട്ട് 3 ഇൻറ്റു ഇതല്ലേ. സോ നമുക്ക് അതിനൊന്ന് എഴുതിയെടുക്കാം. അവിടെ കോട്ട് 3x ഇൻറ്റു ഇത് എഴുതുക, കോട്ട് 2x കോട്ട് എക്സ്. ഓക്കെ, ഈക്വൽ സൈൻ. എവിടെ നിന്ന് ഈക്വൽ സൈൻ? എന്താ ഈ ഈക്വൽ കണ്ടോ? ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്തു, ദെൻ ഈ ഈക്വൽ സൈൻ കൊടുത്തു. ബാക്കി ഇവിടെ എഴുതിക്കൊള്ളുക, കോട്ട് 2x ദെൻ കോട്ട്
എക്സ് മൈനസ് 1. ഓക്കെ ആണല്ലോ അത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ കോട്ട് 3x ഇൻറ്റു ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ, അതുപോലെ തന്നെ കോട്ട് 3x ഇതും തമ്മിലും മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പോൾ കോട്ട് 3x ഇൻറ്റു കോട്ട് 2x എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ എഴുതാം അല്ലേ. കേട്ടോ, കോട്ട് 3x കോട്ട് 2x ഇത് രണ്ടും ഇത് വേണ്ട കേട്ടോ. കോട്ട് 3x കോട്ട് 2x. കോട്ട് 3xനെ കൊണ്ട് കോട്ട് 2xനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കോട്ട് 3x കോട്ട് 2x കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ എന്താ, സോറി കേട്ടോ, അതിന് നമുക്കിവിടെ ഒരു പ്ലസ് ഉണ്ട്. ഞാൻ ആ പ്ലസ് ഇവിടെ ഇട്ടിട്ടില്ല. സോ ആ പ്ലസ് നമുക്കിവിടെ മസ്റ്റായിട്ട് നമുക്കിവിടെ വേണ്ടതാണ്. ഓക്കെ, സോ ഇവിടെയും ആ പ്ലസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും പ്ലസ് വരും. ഇനി ഉണ്ടോ, കോട്ട് 3x ഇതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ എഴുതിയത് കോട്ട് 3x. ഈ ഇക്വേഷനിലുള്ള പ്ലസ് ഞാനിവിടെ ഇട്ടില്ല, അതുകൊണ്ട് പറ്റിയ തെറ്റാണ് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് വരുന്നത് കണ്ടോ, ഇത് രണ്ടും കൂടി ചെയ്തു. അതായത് കോട്ട് കൊണ്ട് ഇതിനെ ചെയ്തപ്പോൾ നമുക്ക് കോട്ട് 3x കോട്ട് 2x കിട്ടി. ഇനി എന്തുകൊണ്ട് ഇവിടെ പ്ലസ് ഇടുക. ഇനി കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സ് ആണ് ഇനി വരുന്നത് അല്ലേ. സോ അതിനെയും അതുപോലെ തന്നെ എന്ത് എഴുതുക, കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സ് എന്ന് പറയുമ്പോൾ ഇതാ കോട്ട് എക്സ് എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഈക്വൽ ടു ഇവിടെ ഈക്വൽ സൈൻ കൊടുക്കുക. ഇവിടെ അത് തന്നെ എടുത്ത് നമുക്കിവിടെ ഒന്ന് എഴുതി വയ്ക്കാം. കോട്ട് 2x സ്പേസ് ഇല്ലാട്ടോ ഇവിടെ എഴുതിട്ട് കോട്ട് എക്സ് മൈനസ് 1. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിക്കൊള്ളുക. ക്വസ്റ്റ്യനിൽ കിടക്കുന്നത് ഇവിടെ -1 ആണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ എന്താണ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഈക്വൽ കഴിഞ്ഞിട്ട് കിടക്കുന്നത് +1 ആണ് അല്ലേ. എൻ്റെ മുന്നിൽ ഒരു സൈനും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല. സോ അത് +1 ആണ്. സോ അതിനെ പോസിറ്റീവ് ആക്കണം നമ്മൾക്ക്. അപ്പോൾ പോസിറ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം തന്നെ ഈ കിടക്കുന്നതെല്ലാം നമുക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ 1നെ നമുക്ക് എന്തെടുക്കാം, ലെഫ്റ്റ് സൈഡിലേക്ക് 1നെ മാത്രം ലെഫ്റ്റിലേക്ക് പോയാൽ, ബിക്കോസ് അത് -1 ആണ്, അത് ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, +1 ആയി. അപ്പോൾ +1 എഴുതി കഴിഞ്ഞിട്ട് ഈ ഈക്വൽ സൈൻ ഇവിടെ അപ്ലൈ ചെയ്തോളുക. അതിനുശേഷം എന്ത് കൊടുക്കുക, ഇത് അവിടെ തന്നെ ഉണ്ടല്ലേ, ഇത് എഴുതുക. ഈക്വൽ സൈൻ കഴിഞ്ഞിട്ടുള്ളതല്ലേ നമ്മളെപ്പോഴും ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്, ഈക്വൽ സൈൻ കഴിഞ്ഞിട്ടുള്ളതായിരിക്കും നമ്മളിവിടെ ആദ്യം എഴുതുക. സോ ഇവിടെ ഇതുപോലെ തന്നെ ഈക്വൽ സൈൻ കഴിഞ്ഞിട്ടുള്ളത് ആദ്യം എഴുതുക അല്ലേ. സോ കോട്ട് 2x കോട്ട് എക്സ് എന്ന് നമ്മൾ എഴുതി. ഏതാ ഞാൻ എഴുതിയ ആദ്യം 1നെ ഇപ്പറേ കൊണ്ടുപോയി അതിനെ പോസിറ്റീവ് ആക്കി, പിന്നെ ഈക്വൽ സൈൻ ഇട്ട് കോട്ട് 2x കോട്ട് 3x എഴുതി. ഇനി നമുക്ക് ഇതിനെ ഈക്വൽ സൈൻ്റെ ഇപ്പറേക്കാണ് പോകുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് കൊടുക്കാം, മൈനസ് ആവും അല്ലേ. ഇത് ഈക്വൽ സൈൻ്റെ ഇപ്പറേക്ക് പോയാൽ എന്തായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മൈനസ് ആണ് ആവുക. ഓക്കെ, സോ ഇവിടെ കോട്ട് 3x കോട്ട് 2x ഏതാണ് ഇപ്പോൾ എഴുതിയത്, ഇതിനെയാണ് ഇപ്പറേക്ക് കൊണ്ടുപോയത്. ഇനി നമുക്ക് ഇതിനെ കൂടെ കൊണ്ടുപോകണം. ഇവിടെയും എന്താ കിടക്കുക, പ്ലസ് ആണ്. സോ അതും എന്തായിട്ട് മാറും, മൈനസ് ആയിട്ട് മാറും അല്ലേ. സോ മൈനസ് കോട്ട് 3x ദെൻ എന്താണ് ഇവിടെ കോട്ട് എക്സ്. കണ്ടോ, അപ്പോൾ ഇനി ഇതാണ് കണ്ടോ, നമുക്ക് എന്താ ആൻസർ കിട്ടിയ 1 = കോട്ട് 2x കോട്ട് എക്സ് മൈനസ് കോട്ട് 3x കോട്ട് 2x മൈനസ് കോട്ട് 3x ആൻഡ് കോട്ട് 2x. ഇതിനെ ഒന്ന് തിരിച്ചെഴുതിയാൽ നമ്മുടെ എന്തായി, നമ്മുടെ ആൻസർ അവിടെ കറക്റ്റ് ചെയ്ത് നമുക്കവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, ഇനി ഒന്ന് ഇതിനൊന്ന് ഇങ്ങോട്ട് തിരിച്ചൊന്നിങ്ങോട്ട് കറക്റ്റ് ചെയ്ത് എഴുതിയാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്, കോട്ട് എക്സ് കോട്ട് 2x തന്നിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്കിക്കുക, നമ്മുടെ ആൻസറിലും കണ്ടോ കോട്ട് എക്സ് കോട്ട് 2x ഒന്നും ഇങ്ങനെ കിടന്നൊന്നുമല്ലേ ഉള്ളൂ. അതിനൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഓക്കെ, സോ ആ പാർട്ട് നമുക്ക് കിട്ടി. പിന്നെ ഇത് കിട്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ എന്താ കിടക്കുന്നത്, മൈനസ് ആണ്. മൈനസ് കോട്ട് 2x കോട്ട് 3x ആണ്. അത് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കണ്ടോ, കോട്ട് 3x കോട്ട് 2x കിട്ടിയിട്ടുണ്ട്. ദെൻ എഗെയിൻ എന്താ ഇവിടെ കിടക്കുന്നത്, മൈനസ് ഉണ്ട്. സോ ആ മൈനസും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെയോ കോട്ട് 3x കോട്ട് എക്സും കണ്ടോ, കോട്ട് 3x കോട്ട് എക്സും =1. ആ 1 ഇവിടെ മുന്നിലുണ്ടെന്നുള്ളൂ. സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്ത് വിടരുത്. ഓക്കെ ആണല്ലോ.